എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു പുതിയ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവർ തമിഴ് ബ്രാഹ്മണരാണ്. അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഊണിന് തന്ന കൂട്ടത്തിൽ ഈ ഒരു കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ച് വാങ്ങിയതാണ് ഇതിൻ്റെയൊക്കെ കൂട്ട് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യമേ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും ഒരു 10-15 വെളുത്തുള്ളി അല്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ അത്. ഇനി ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. കടുകെല്ലാം ഒന്ന് നന്നായി പൊട്ടി വരണം കേട്ടോ. കടുക് പൊട്ടാതെ ഇടരുത്. എല്ലാ കടുകും നമുക്ക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ ചെറിയ ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം നമ്മൾ കറിക്കൊക്കെ എടുക്കില്ലേ, ആ ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത്, കാരണം ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് നടുവേ കീറിയത് കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു പകുതി മുക്കാലും നമുക്ക് വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പച്ചമുളകും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം പൊടിച്ചതാണ് കേട്ടോ, ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇനി ഒരു 1/2 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കായപ്പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇത് 3 കൂടി അരച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് നൈസായിട്ട് അരച്ചിട്ടില്ല, ഒരു തരിതരിപ്പോട് കൂടിയാണ് കേട്ടോ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ആ രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളിത് ചൂടാക്കിയെടുക്കാനായിട്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ തൈര് കറിക്ക് വേണ്ട കൂട്ടെല്ലാം നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കിതിലേക്ക് കുറച്ച് അധികം ഉപ്പ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്, കാരണം നമ്മൾ തൈര് ഒഴിക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഒരല്പം ചൂടുവെള്ളം, ഒരുപാട് ചൂടുള്ളതല്ല, ഇളം ചൂടുവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം ഈ അരപ്പും ഈ ഉള്ളിയെല്ലാം ഒന്ന് മിക്സായി നല്ല സെറ്റായിട്ട് വരണം. ഇപ്പം എല്ലാം നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഈ സമയം ഇവിടെ ഒരു വലിയ കപ്പിന് 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്കിത് ഉടച്ചെടുക്കാം. ഒരുപാട് വെള്ളം പോലെ മോര് പോലെ ആവരുത്. ആ കട്ടയൊക്കെ ഒന്ന് ലൂസാക്കി എടുത്ത് ഒന്ന് ഉടച്ചെടുത്താൽ ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത് ചോറിനും ചപ്പാത്തിക്കുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ റെസിപ്പിയാണത്.
ഇതിപ്പോൾ എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം ഞാൻ സാധാ ഫോണിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടാവും. ഞാൻ ഇടുന്ന വീഡിയോയുടെ റെസിപ്പീസ് മാത്രം നിങ്ങൾ നോക്കി അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഞാനും ഇടയ്ക്ക് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ചില നല്ല കറികളൊക്കെ കാണുമ്പോൾ. അപ്പം ഞാനത് വെച്ച് നോക്കാറുണ്ട്. ചിലത് നല്ലതായിരിക്കും, ചിലത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളോട്, കറിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ കറി ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കറികളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതും ഇത് തമിഴ്നാട്ടിലെ ഒരു ബ്രാഹ്മണരുടെ കറിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും കഴിച്ചു നന്നായിട്ട്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നത്. ഇനി നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ പതുക്കെ പതുക്കെ അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ പറയാൻ മറന്നു, പുളിയുള്ള തൈര് എടുക്കരുത്. പുളി കുറവുള്ള, ഏറ്റവും കുറവുള്ള തൈരേ എടുക്കാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത്രയും ലൂസ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒരുപാട് അങ്ങ് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഈ രൂപത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കൂ, നല്ല നല്ല സ്മെല്ലും കായത്തിൻ്റെ ഉലുവയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറന്നു പോകരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടി നമുക്കൊന്ന് വറുത്തിടാം. അതിനായിട്ട് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം കടുകും കൂടി ഇട്ട് ഇത്തിരി കറിവേപ്പിലയും ഒരു 2-3 ഉണ്ടമുളകില്ലേ, പച്ചമുളക്, അതുകൂടി നമുക്കിതൊന്ന് കടുക് വറുത്ത് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ചൂടോടെ ഒഴിച്ച് കൊടുക്കരുത്. ഇതൊന്നൊരല്പം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.